ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ എൻ്റെ പള്ളിപ്പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ. ഒരു 6 മണിയായപ്പത്തിന് തന്നെ സൂഹിനെ എഴുന്നേൽപ്പിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളീ കാണുന്നത്. കുറേ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് അവളൊന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത്. പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവൾ എത്ര നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ അവളെ എണീറ്റിട്ട് പല്ലൊക്കെ തേപ്പിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവളത് ചെയ്തതിന് ശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെയും സൂഹിൻ്റെയും പെരുന്നാൾ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഞാനിത് അവിടെ റെഡി ആയിങ്ങാണ്ട് കുറച്ച് ഷോ ഇറക്കാൻ വേണ്ടിയിട്ട് മിററിൻ്റെ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടല്ലോ ഈ ഒരു പെരുന്നാൾക്ക് ചുരിദാർ ഇടണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തായാലും സെറ്റ്. എല്ലാ വർഷവും ഈ പള്ളിയിലേക്ക് പോകുന്നത് ഒരു ഭയങ്കര രസമാട്ടോ. കാരണം ഭയങ്കര ധൃതി പിടിച്ചുകൊണ്ടുള്ളൊരു ഓട്ടമായിരിക്കും. പള്ളിയിലേക്ക് സ്ഥലം കിട്ടൂലേ എന്ന് പേടിച്ചുകൊണ്ടുള്ളൊരു ഓട്ടമായിരിക്കും. പിന്നെ നമ്മൾ പള്ളിയിലെത്തി അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുത്തുബൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് മുകളിലേക്കൊന്നും പള്ളീൻ്റെ 2ാം നിലക്കൊന്നും കയറേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. പെരുന്നാൾ സമയങ്ങളിൽ കൂടുതലായിട്ട് ഞാൻ മിസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു അറിയുന്ന ആളുകളായിട്ടുള്ള ഈദ് മുബാറക്ക് പറയലും ഒരു ഹഗ്ഗിങ്ങും ഒക്കെ ഉള്ളത്. ഇവിടെ കൂടുതലെന്നല്ല, ഇവിടെ ഞാൻ ആരെയും അറിയാത്തതുകൊണ്ട് നമുക്ക് അത് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാ പ്രാവശ്യവും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലത്തെ പള്ളിയും അവിടുത്തെ പെരുന്നാൾ നമസ്കാരങ്ങളും അതൊക്കെ ഞാൻ എപ്പോഴും ആ ഒരു സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യമാണ്. ഈ പെരുന്നാളിന് നമ്മൾ ബിരിയാണി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മധുഹൂത്താണ് നമ്മളിന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് സിമ്പിളാണ്, അതുകൊണ്ടാണ് നമ്മളിന്ന് അതാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പെരുന്നാൾ പള്ളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നേക്ക് നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റൈസ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ലൊരു അടിപൊളി നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അറബിക് മസാലയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ സ്മെല്ല് ശരിക്കും നമുക്കിതിൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിലേറെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു അറബിക് മസാലയുടെ ടേസ്റ്റ് ഈ ഒരു റൈസിൽ ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിലേക്ക് മധുഹൂത്തും അതുപോലെ തന്നെ അതിൻ്റെ സൈഡായിട്ട് നമുക്കിതിൽ ചെമ്മീൻ റോസ്റ്റ് അല്ല, ചെമ്മീൻ ഫ്രൈ ആയിരുന്നു. നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. ഇന്ന് മുതൽ പിന്നെ നമുക്ക് ഇറച്ചി കുറേ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഫ്രിഡ്ജ് കാലിയാക്കി വെക്കണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ കാലിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കാലിയാക്കുന്ന ഇടയിലായിരുന്നു ഈ ഒരു ചെമ്മീൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് തട്ടിക്കൂട്ടി ഒന്ന് ഫ്രൈ ആക്കി ഫുഡൊക്കെ കഴിച്ച് റെഡി ആയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് കരുവാറിൻ്റെക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഒരു 2 മണി 2:30 ആ സമയത്താണ് നമ്മൾ കരുവാറിൻ്റെക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മാഷല്ലാ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഈ ബൈക്കുമൊക്കെ പോകുന്ന സമയത്ത് വെയിലും കൂടിയാണ് വെച്ചെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേന് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സൂഹി ഞാനിവിടുത്തെ ആരുമല്ല എന്ന മട്ടിലിരുന്ന് കുറച്ച് നേരം. പിന്നെ കുറച്ചേക്കും സെറ്റായി. പിന്നെ കുറച്ച് പായസമൊക്കെ കുടിച്ച് ആള് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പായസമായിരുന്നു അമ്മായിൻ്റെത്. പിന്നെ നമ്മൾ അവിടുന്ന് മേലെ കയറിയിട്ടുണ്ടായിരുന്നു. മേലെ കയറിയ സമയത്തും അവിടുന്ന് നമ്മൾക്ക് പായസമാണ് കേട്ടോ. കാരണം ഫുഡ് കഴിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് പായസമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അടപ്രഥമനും അതുപോലെ തന്നെ സേമിയ പായസം അങ്ങനെ രണ്ടും ഈ പെരുന്നാൾക്ക് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. രുജു രുജു ഇതിക്ക് നോക്കിക്ക, പപ്പടം തരുമോ? പപ്പടം തരും മെച്ചിക്ക് ഇല്ലേ? എടി അമ്പടി പുളിശി തരൂല. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു മുതലുണ്ടല്ലോ റംബൂട്ടാൻ പറിക്കലാണ്. അവിടെ അത്യാവശ്യം നല്ല റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് മാത്രം ഒളിഞ്ഞ് കിട്ടാനെന്നാണ് അമ്മായി പറഞ്ഞത്. നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ ഈ ഒരു മുതൽ കിട്ടില്ല എന്ന് അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു പാകത്തെ പഴുപ്പായപ്പോൾ തന്നെ അത് എടുത്തിട്ടുണ്ടായിരുന്നു. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ നമുക്ക്. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എടത്തനാട്ടിലേക്ക് പോരേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് പെട്ടെന്ന് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. പോരുന്ന വഴിക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോട്ടൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മളവിടെ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പത്തിന് എടത്തനാട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോരുന്ന വഴിക്ക് നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിയത് മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് ഇവിടെ മാമിറ്റൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവരൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ വന്നിട്ടുള്ളത്. അവർ വന്നപ്പോഴത്തേനെ കറണ്ട് പോയിട്ടോ. അതിവിടെ സ്ഥിരം ഇല്ല പരിപാടിയാണ്. ഇവിടേക്ക് ആരെങ്കിലും വന്നാൽ അപ്പം കറണ്ട് പോകും. പിന്നെ കുറച്ച് മിഠായിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂഹിത് കണ്ട ഇപ്പം തന്നെ ഫുള്ള് തിന്ന് തീർക്കും എന്നുള്ള ധാരണ എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വേഗം അത് ബാഗിലെടുത്ത് കണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് പിന്നെ ഇവിടുത്തെ സംഘങ്ങൾ.
ഇവിടുത്തെ എല്ലാവരും ഫോണുമേ ആയിരിക്കും. കാരണം കണ്ടില്ലേ, നടുവിലൊന്ന് ഫോണും നോക്കിയിരിക്കണം, എല്ലാം ഫോണിലാണ്. പിന്നെ നമ്മൾ എല്ലാവരും പാടെ കൂടിയങ്ങാണ്ട് ഫുഡ് കഴിച്ചിട്ടോ. ഇവിടെ ബിരിയാണി ആയിരുന്നു, ഷെസ്വാൻ ബിരിയാണി ആയിരുന്നു ഇവിടെ. കാരണം ഇവിടുത്തെ ഫുഡുകൾക്ക് ഫുള്ള് സ്പൈസി ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ പേരിട്ടതാണ് ഷെസ്വാൻ ബിരിയാണി. ഇവിടുന്ന് പോയതിന് ശേഷം പിന്നെ സ്പൈസിനോട്ട് വലിയൊരു ഇത് നമുക്കില്ല കേട്ടോ. ഞങ്ങൾ തമ്മിൽ കുറച്ച് ഗ്യാപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം സ്പൈസി ഇപ്പോൾ വല്ലാണ്ട് കഴിക്കാൻ കഴിയൂല. അവിടുത്തവർക്ക് വല്ലാണ്ട് സ്പൈസി ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബലിപെരുന്നാളിന്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഫുള്ള് ഫുഡ് അടിയായിരുന്നു ഈ ഒരു ബലിപെരുന്നാളിനെന്ന് പറഞ്ഞാല്. അപ്പൊ ഇൻഷാ അല്ലാ ഇനി നമ്മൾ എടത്തനാട്ടത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് കാണാട്ടോ. കാരണം ഇവിടുത്തെ ആളുകളിൽ ഇവിടുത്തെ വ്ളോഗൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. ഇൻഷാ അല്ലാ ഇനി കുറച്ച് കാലത്തിന് ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ബൈ.